അപ്പോൾ ഗൈസ് 7 മണിക്ക് എണീറ്റിട്ട് ഇപ്പോൾ 7:15 ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് പഠിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര സൗണ്ട് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നാണ് പഠിക്കുന്നത് ജനാലിൻ്റെ അടുത്ത്. ഇപ്പോൾ ഇനി റിവൈസ് ചെയ്യാൻ പോകണം. ഇന്നലെ അടുത്ത് റിവൈസ് ചെയ്യാൻ പോകണം. 8:30 വരെ റിവിഷനാണ് ഫിസിക്സും കെമിസ്ട്രി മാത്സും. അപ്പോൾ ഗൈസ് 8:30 ആയിട്ടുണ്ട്. ഇപ്പോൾ ഒക്കെ റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കെമിസ്ട്രിയിൽ കെമിക്കൽ ബോണ്ടിങ് ആയിരുന്നു. പിന്നെ ഫിസിക്സിലാണെങ്കിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സും പിന്നെ മാത്സിലാണെങ്കിൽ സീക്വൻസ് ആൻഡ് സീരീസ് ആയിരുന്നു. അത് മൊത്തം ഇപ്പോൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 8:30 മുതൽ 9 മണി വരെ ബ്രേക്കാണ്. അത് കഴിഞ്ഞിട്ട് ഇനി പഠിക്കാൻ തുടങ്ങും. അത് ഷെഡ്യൂളൊക്കെ അപ്പോൾ കാണിക്കും. അപ്പോൾ ബ്രേക്കാണ്. അപ്പോൾ ഗൈസ് 9 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ സർക്കിൾസ് പാർട്ട് 3 കാണാൻ പോവാണ്. ഇതാ ഷെഡ്യൂൾ ഇത് അവിടെ എഴുതിച്ചു. സർക്കിൾസ് പാർട്ട് 3യും പിന്നെ ലോസ് ഓഫ് മോഷൻ പാർട്ട് 1ഉം ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് പാർട്ട് 1ഉം കുറേ പെൻഡിങ് ഉണ്ട്. അതുകൊണ്ടാണ് കുറേ വീഡിയോ വെച്ച് 3 വീഡിയോ ഒക്കെ വെച്ച് ദിവസം കാണുന്നത്. അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ട് ബാക്കിയുള്ളൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യായിരുന്നു. പെൻഡിങ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പുറത്തേക്കൊന്നും കാണിക്കാതൊക്കെയാണ് നല്ലത്. ചാർജിന് കുത്തിയിട്ടുണ്ട്. ലാപ്ടോപ്പ് ഫുള്ള് അലങ്കോലമായി കിടക്കുകയാണ്. അവിടെയാണ് ടൈപ്പ് കൊടുക്കുന്നത്. ഇപ്പോൾ പഠിക്കാൻ തുടങ്ങുകയാണ്. 1 മണിക്കൂർ 39 മിനിറ്റും ഉണ്ട് വീഡിയോ. അപ്പോൾ ഗൈസ് 10 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ ബ്രേക്കാണ്. 1 മണിക്കൂർ പഠിച്ചു. പക്ഷേ അവിടെ ഇനിയുണ്ട് 1 മണിക്കൂർ 9 മിനിറ്റും. വേറെ 30 മിനിറ്റ് നമ്മൾ ക്ലാസ് കണ്ടിട്ടുള്ളൂ. ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിനോണ്ട് കുറേ ടൈം എടുക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ട് അവിടെ നോക്കണം. കുറച്ച് അത്യാവശ്യമൊക്കെ കിട്ടുന്നുണ്ട്. കുറേ ഒന്നും കിട്ടില്ല. കിട്ടാത്തൊക്കെ റൗണ്ട് ചെയ്യാതെ അപ്പം തന്നെ ചെയ്ത് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ പ്ലാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോഴത്തേന് ഇതൊക്കെ കഴിയും, പാടെ കഴിയും. പിന്നെ റിവിഷനും ക്വസ്റ്റ്യൻസൊക്കെ മാക്സിമം ക്വസ്റ്റ്യൻസൊക്കെ ഒക്ടോബറിലും നവംബറിലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ജനുവരിയിൽ നേരെ എഴുതാൻ പോകാമല്ലോ ജെയ്. അപ്പോൾ ഇപ്പോൾ ബ്രേക്കാണ്. 10 ഇതിൽ 11 വരെ എക്സസൈസും പിന്നെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ 11 1 മണിക്കൂർ ബ്രേക്ക് എടുക്കുകയാണ്. ആവശ്യമുണ്ടാവും എന്തായാലും ഇപ്പോൾ ബ്രേക്ക്. അപ്പോൾ ഗൈസ് 11 മണി ആയിട്ടുണ്ട്. ബിസ്ക്കറ്റ് ഇപ്പോൾ ക്ലാസ് കാണാൻ പോവാണ്. മാത്സ് ബാക്കി സർക്കിൾസിൻ്റെ ബാക്കി കാണാൻ പോവാ. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുകയാണ്. ഞാൻ ഇവിടെ ഇന്നലെ ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അതാണിത്. അത് നോക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ബ്രേക്കാണ് 10 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങും. അപ്പോൾ ഗൈസ് 1 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ക്ലാസ് കഴിഞ്ഞാണ്. ഇനിയിപ്പോൾ ഒരു 1 മണി മുതൽ 1:50 വരെ ഫുഡിനുള്ള ബ്രേക്കാണ്. ഒരു 1:50 1:45 വരെ ഇപ്പോൾ ബ്രേക്കാണ്. അപ്പോൾ ഗൈസ് 1:50 ആവാനായിട്ടുണ്ട്. പറഞ്ഞ ബ്രേക്കിന് മുന്നേ തന്നെ എത്തി. ഇന്ന് കാര്യമായിട്ട് ബ്രേക്കിന് പറഞ്ഞ സമയത്ത് തന്നെ എത്താനൊക്കെ കഴിയുന്നുണ്ട്. ഇനി ഇത് ലോസ് ഓഫ് മോഷനാണ്. 1 മണിക്കൂർ 52 മിനിറ്റ് അത് കാണാൻ പോവാണ്. മാത്സ് കഴിഞ്ഞു, സർക്കിൾസ് കഴിഞ്ഞ്, ലോസ് ഓഫ് മോഷൻ അത് കഴിഞ്ഞിട്ട് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് തുടങ്ങാൻ പോവാണ്.
അപ്പോൾ ഗൈസ് നമ്മൾ ക്ലാസ് കാണാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1.5 മണിക്കൂറായിട്ടുണ്ട്, 3:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വെറും എത്രയാ 44 മിനിറ്റും കൂടിയേ ക്ലാസ് കാണാനുള്ളൂ. 1 മണിക്കൂർ 54 മിനിറ്റും എത്ര കണ്ട് നോക്കട്ടെ, 1 മണിക്കൂർ 8 മിനിറ്റും കണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് ബ്രേക്ക്, ചെറിയൊരു 5 മിനിറ്റ് ബ്രേക്കൊക്കെ എടുത്തിരുന്നു. അതെടുക്കാതെ കഴിയില്ല, നേരെ കണ്ടിന്യൂസ് ആയി പഠിച്ചാൽ ഒക്കെ കൂടി എന്തൊക്കെയോ ആവും. ഇപ്പോൾ ടെൻഷൻ ഫോഴ്സൊക്കെയാണ് പഠിക്കുന്നത് ലോസ് ഓഫ് മോഷനിൽ. ഇനിയിപ്പോൾ ബ്രേക്കാണ്, ഒരു 3:40 വരെ ബ്രേക്കാണ്. ചെറിയ ചെറിയ ബ്രേക്ക് എടുത്ത് പഠിച്ചില്ലെങ്കിൽ ഫുൾ കൺഫ്യൂസിങ് ആവും, അതുകൊണ്ടാണ് ഇപ്പോൾ ബ്രേക്കാണ്. ഇപ്പോൾ 3:40 ആയിട്ടുണ്ട്. ഇപ്പോൾ ക്ലാസ് കാണാൻ പോവാണ്. ഇത് അധികം ഹൈപ്പർ ലാപ്സിൽ വെക്കാൻ കഴിയുമെന്ന് അറിയില്ല, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജ് തീരാനാണ്. 10 മിനിറ്റ് കൊണ്ട് ചാർജൊന്നും കയറിയില്ല, അതാണ് ചെറിയ ബ്രേക്ക് എടുത്ത്. ഇനിയിപ്പോൾ കഴിയുന്നത്ര ഹൈപ്പർ ലാപ്സിൽ വെക്കും. അപ്പോൾ 3:40 മുതൽ തുടങ്ങുകയാണ്. 6:15 വരെയാണ് ഇരിക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ ഇടയിൽ ചെറിയൊരു 20 മിനിറ്റ് ബ്രേക്ക് എടുക്കുക വെച്ച് ഇപ്പോൾ തുടങ്ങാണ്. അപ്പോൾ കൈസ് 6:15 5:30 ആകുമ്പോഴത്തേന് ഞാൻ ലോസ് ഓഫ് മോഷൻ തീർത്ത്. പിന്നെ ബാക്കി ഒരു 3/4 മണിക്കൂറിൻ്റെ അതിലൊരു 25 മിനിറ്റ് ഞാൻ ഫിസിക്സിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി. ഒന്നും കിട്ടുന്നില്ല, ഒന്നിട്ട് കിട്ടിയിട്ടുള്ളൂ, ബാക്കി ഒന്നും കിട്ടിയില്ല. അതിനോട് ഞാൻ ഇപ്പോൾ നോക്കില്ലേ സീനാവും. ഇപ്പോൾ ബ്രേക്കാണ്, ഇനി 7 മണി വരെ ബ്രേക്കാണ്. ഇപ്പോൾ ബ്രേക്കാണ് 7 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് തുടങ്ങാൻ പോവാണ്. എത്ര മണിക്കൂറുണ്ട് നോക്കുക, 2 മണിക്കൂറും 17 മിനിറ്റും ഉണ്ട്. അപ്പോൾ അത് കാണാൻ പോവാണ്. ഇപ്പോൾ ഗൈസ് 8:45 ഇനിയിപ്പോൾ 8:45 മുതൽ 9:15 വരെ ബ്രേക്കാണ്. 1/2 മണിക്കൂറൊക്കെ വേണം ഫുഡ് കഴിക്കാൻ. പിന്നെ അത്യാവശ്യം ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് നല്ല മനസ്സിലാവുന്നുണ്ട്. പുതിയ സാറാണ്, ഓരോ ചാപ്റ്റേഴ്സിനും ഓരോ സാറന്മാരെ വെച്ചിട്ടാണ്, അതിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള സാറന്മാരെ വെച്ചിട്ടാണ് ബ്രില്യൻ്റിൽ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്റർ എന്നൊക്കെ പറയുന്നത്. ഈ സാറാണ്. ഒരു രജനീകാന്തിൻ്റെ കട്ട്സ് ഉണ്ട്, നല്ല മനസ്സിലാവുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ. ഇനിയിപ്പോൾ ബ്രേക്കാണ്, ഇനിയിപ്പോൾ 9:15 തുടങ്ങും. അപ്പോൾ ഗൈസ് 11 മണി ആയിട്ടുണ്ട്. 10 മണിക്ക് തീർന്ന് ചോദിച്ചാൽ ഓവർക്ക് 11 മണിക്കാണ് തീർന്നത്. 2 ഹവേഴ്സുള്ള ഓവർക്കായിരുന്നു അത്. വലിയൊരു എന്താണ് സർക്കിൾസും പിന്നെ സ്ട്രെയിറ്റ് ലൈൻസും വെച്ചിട്ടുള്ളതായിരുന്നു. എനിക്ക് 82 മാർക്സ് ഉണ്ട്. സർക്കിൾസ് മാത്രമേ എനിക്ക് അറിയുള്ളൂ, സ്ട്രെയിറ്റ് ലൈൻസ് ഞാൻ
അപ്പോൾ ഗൈസ് രാത്രി 1:30 ആയിട്ടുണ്ട്. ഇപ്പോഴും ഇനിയുണ്ട് ഇത്ര 20 മിനിറ്റ് കൂടി ബാക്കിയുണ്ട് ലിമിറ്റ്സിൻ്റെ ഒരു വെച്ച് ഈ ഹോംവർക്ക് തന്നാണ് പണി കിട്ടിയത്. ഇപ്പോൾ കിടന്നില്ലെങ്കിൽ നല്ല പണി കിട്ടും. അതിനോണ്ട് ഇപ്പം ഞാൻ നിർത്തുകയാണ് വീഡിയോ, ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.